എന്താണ് ഗൈസ്? എന്താണ് ഗൈസ് അത്? അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? മനസ്സിലായോ അതെന്താണ്? പറ, നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറ. ഞാൻ പറഞ്ഞു, അതാണ് ഏലിയൻസ്. നമ്മുടെ തിരമാലയിലേക്ക് ഏലിയൻസ് കടന്നു വരുന്നു ഗൈസ്. ഇപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടിപിടി കടിപിടി കടിപിടി അടിപിടി അടിമുടിയേരിപ്പൊരി അതിലൊരു ചിരി വഴി കളിയുടെ ചിരിയുടെ മൊഴിയുടെ കലവില വേണം. അപ്പൊ ഞങ്ങളുടെ ടോപ്പിക് ഇന്ന് ഏലിയൻസ് ആണ്. ഏലിയൻസിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ബുക്കോന് എന്തൊക്കെ അറിയാം? ഏലിയൻസ് അന്യഗ്രഹ ജീവിയാണ്. അന്യഗ്രഹ ജീവികൾ എന്ന് വെച്ചാൽ ഇനി ഒരു സംഭവം അല്ലയോ? സംഭവം ഇങ്ങനെ വരുന്ന ഒരു സാധനം. അതെ, നമ്മുടെ സ്ഥലങ്ങൾ കാണാനാണ് അവര് സത്യം പറഞ്ഞാൽ വരുന്നത്. എക്സ്പ്ലോറേഷൻ. നമ്മളുടെ ആദ്യം പറഞ്ഞ ടോപ്പിക് തന്നെ എക്സ്പ്ലോറേഷൻ. യാത്ര ചെയ്യാൻ വേണ്ടിയാണ് അവര് വേറെ ഒരു കോസ്മെറ്റിക് ലൈക്ക് അവരൊരു ഏതായിരുന്നു ആ പ്ലാനറ്റിന്റെ പേര്? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. പ്ലാനറ്റ് അല്ല, ഓർബിറ്റ് ആയിരുന്നു അല്ലേ? അതായത് സൂര്യന്റെ അടുത്തുള്ള ഒരു ഓർബിറ്റിൽ നിന്നാണ് അവര് വരുന്നതെന്നാണ് നമ്മള് വിശ്വസിക്കുന്നത്. അപ്പം അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ തരാം. ഇന്നത്തെ നമ്മുടെ ബുക്കോ ആണ് നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാൻ പോകുന്നത്. അത് നമ്മുടെ കഥ തുടങ്ങുന്നത് പറഞ്ഞാൽ ഒരു ഗ്രാമം. അതെ, ആ ഗ്രാമത്തിലേക്ക് ഏലിയൻസ് കടന്നു വരികയാണ് ഗൈസ്. ഏലിയൻസ് അതായത് കുറെ ടെക്നോളജി ഒക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു വരുമ്പോ അപ്പൊ അവിടെ ഒരു ലോക്കറ്റൊക്കെ ഉണ്ട്. അത് ഒരു ട്രെയിനിൽ അതുവഴി പോകുന്നുണ്ട്. അതിന്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടത്. അപ്പൊ ഒരു ലോക്കറ്റൊക്കെ ഇട്ട് അത് ഞെക്കിയിട്ടാണ് ഇവര് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ വന്ന സ്ഥിതിക്ക് ഇയാള് ഇങ്ങനെ നടന്നു പോകുമ്പം ഈ ലോക്കറ്റ് ആരോ തട്ടിപ്പറിച്ചോണ്ട് പോകുന്നു. അപ്പോ തട്ടിപ്പറിച്ചോണ്ട് പോകുമ്പോ ഇത് ലോക്കറ്റ് കിട്ടാനില്ലാതെ എങ്ങനെ നടന്ന് സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ സ്റ്റോറി മൂവി നടിച്ചു മാറ്റിയതല്ലേടാ? ചെറുതായിട്ട് ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഏത് മൂവിയായിരുന്നു? ഒരു ഹിന്ദി മൂവിയല്ലേ? കണ്ടുപിടിച്ചു. അത് തന്നെ PK-യിലെ കഥ അടിച്ചു മാറ്റിയേക്കുവാണ്. അതും അമീർ ഖാൻ വർക്ക് ചെയ്ത് ഹിറ്റായ മൂവിയിലെ കഥ അടിച്ചു മാറ്റിയിട്ട് ഞാൻ വിചാരിച്ചു മിക്കി കണ്ടിട്ടില്ല. സോറി ഗൈസ്. ബുക്കോ ഞങ്ങളെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. ഞങ്ങള് യൂട്യൂബേഴ്സിന് ബുദ്ധിയുള്ളവരാണ് അല്ലേ? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. അപ്പൊ ബുക്ക് പറഞ്ഞ പോലെ തന്നെ ഏലിയൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പണ്ട് അങ്ങ് പുരാതന കാലം മുതലേ ഉള്ളതാണ്. നമ്മളെ മഹാഭാരതത്തിലൊക്കെ ഉണ്ട്. സീതനെ തട്ടിക്കൊണ്ടു പോയപ്പോഴത്തേന് അതെ, അതിനകത്ത് വന്ന് കൊണ്ടുപോയതൊക്കെ ഏലിയൻസിന്റെ ഓരോ രൂപങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ ഒരു കൺസെപ്റ്റ് ആണ് പറയുന്നത്. അത് കഴിഞ്ഞ് 16ാമത്തെ നൂറ്റാണ്ടിലും ഇതുപോലെ തന്നെ ഏൻഷ്യൻ ഗ്രീക്കിലൊക്കെ ഏലിയൻസിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമ്മള് വായിച്ചറിഞ്ഞതാണ്. പിന്നെ നമുക്കൊരു റീസെന്റ് ആയിട്ടുള്ള ഒരു ഇത് പറഞ്ഞു കൊടുക്കാം. നമ്മളെ US അമേരിക്കയില് ഒരു ഏരിയ 51 എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതെന്ന് പറയുന്നത് ഏലിയൻസ് ഉള്ള ഒരു സ്ഥലം എന്നാണ് പറഞ്ഞു വരുന്നത്. നമുക്കും അറിയില്ല അതിനെപ്പറ്റി എന്താണ് വാസ്തവികത എന്നൊന്ന് ആണല്ലോ. പക്ഷെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയില് ഏലിയൻസ് വന്നു പോകാറുണ്ട്. അവരുടെ സ്പേസ് ഷിപ്സ് കാണാറുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. 1947 മറ്റോ ആണ്. അതെ, ഇതൊക്കെ എന്ത്? ആ സമയത്ത് അവിടെ ഒരു വലിയൊരു സ്പേസ് ഷിപ്പ് വന്നു പോകുന്നതൊക്കെ കണ്ടു എന്നും അങ്ങനെയാണ് അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആക്കിയെന്നും ഒക്കെയാണ് ആൾക്കാർ പറയുന്നത്. നമുക്ക് അതിനെ പറ്റി അറിയില്ല. അപ്പൊ അവിടുത്തെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മെയിൽ ബോക്സ് ഉണ്ട്. നമ്മൾ ഈ വീട്ടിലൊക്കെ ലെറ്റർ ഒക്കെ കൊണ്ടിടാൻ പോകത്തില്ലേ ബുക്ക്? അതെ അതെ, അത് തന്നെയാ. അവിടെ ആൾക്കാര് ഏലിയൻസിന് കള്ള്, അതേപോലെ തന്നെ ഫുഡ് ഐറ്റംസ്, പിന്നെ കത്ത്, ഇതൊക്കെ കൊണ്ട് വെക്കാറുണ്ട്. അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇത് ഏലിയൻസ് അത് എടുത്തോണ്ട് പോകുന്നു. വെറുതെ ഇത് അവിടെ ഉള്ള ആൾക്കാർ വന്ന് എടുത്തോണ്ട് പോവായിരിക്കും. നമുക്കങ്ങ് അത് ആക്ച്വലി മിലിറ്ററി ഏരിയ ആണെന്ന് പറയുന്നത്. പക്ഷെ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ആയിരിക്കും അതൊരു ഇതായിട്ട് വെച്ചിരിക്കുന്നത്. അവിടെ ഇവൻ മ്യൂസിയംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഏരിയ 51. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏലിയൻസിനെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിക്കാനും അതൊക്കെ കാണാൻ പറ്റുമെന്നാണ് നമ്മള് കണ്ടതും. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ഏലിയൻസിനെ കാണുന്നില്ല ബുക്കോ? എന്താണ് ബുക്കോ ഇത്? ഏലിയൻസിന്റെ രൂപങ്ങളെ കാണാന്ന് ഞാൻ വിചാരിച്ചു അവരവിടെ വരും, അപ്പൊ നമുക്ക് അവരെയൊക്കെ കാണാം. ബുക്കോ അങ്ങനെയൊക്കെ പലതും പറയും. ഇവൻ നമ്മളുടെ മൂവീസ് തന്നെ കുറെ ഉണ്ട്. ഹിന്ദിയിൽ കുറെ മൂവീസ് ഉണ്ട്, അതേപോലെ മലയാളത്തിലുണ്ട് ഒരെണ്ണം, പിന്നെ ഇംഗ്ലീഷിൽ ഇഷ്ടംപോലെ മൂവീസ് ഉണ്ട്. നല്ല കഥകളാണ്. നമ്മൾ കാണുന്നതിനകത്തെല്ലാം ഏലിയൻസ് ആക്ച്വലി നല്ലതിനു വേണ്ടിയാണ് ഭൂമിയിലോട്ട് വരുന്നത്. മനുഷ്യരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഫ്രണ്ട്ഷിപ്പ് വെക്കാനും ഒക്കെയാണ്. പക്ഷെ നമ്മളിവിടെ അവരിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എക്സ്പെരിമെന്റൽ അതായത് ഒരു ഇൻസ്ട്രുമെന്റ് പോലെ. അതെ,
അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യാൻ പാടുണ്ടോ ഗൈസ്? പറയൂ, നിങ്ങൾ പറയൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും. അതെ, മറക്കരുത്. കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. അപ്പോ ഏലിയൻസിനെ പറ്റി ഇത്രയൊക്കെയാണ് ഞങ്ങൾക്കും അറിയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഏലിയൻസിനെ പറ്റി അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. പിന്നെ പണ്ടത്തെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? പണ്ടൊക്കെ ആകാശത്തോട്ട് നോക്കുക എന്ന് പറഞ്ഞ അപ്പൂപ്പന്മാരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ അപ്പൂപ്പനും അമ്മൂമാരൊക്കെ മരിച്ചു പോയവരാണ് ആകാശത്ത് താഴത്തായിട്ട് നിൽക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല അല്ലേ? പഠിച്ചപ്പോ മനസ്സിലായി അതൊക്കെ ഓരോരോ പ്ലാനറ്റ്സും അല്ലെന്നുണ്ടെങ്കിൽ ഓരോരോ സെൽഷ്യൽ ബോഡീസും ഒക്കെയാണ്. അപ്പൊ ഇതേപോലെ ഏതോ ഒരു പ്ലാനറ്റില് ഉപഗ്രഹങ്ങൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഏലിയൻസ് ഉണ്ടെന്നാണ് മനുഷ്യര് വിശ്വസിക്കുന്നത്. മനുഷ്യര് മാത്രമല്ല ഈ ലോകത്തുള്ളത്, അതായത് ഹ്യൂമൻ ബീങ്സ് മാത്രമല്ല ഉള്ളത്, ഏലിയൻസും ഉണ്ടെന്നാണ് ആൾക്കാർ പറഞ്ഞു വരുന്നത്. നമുക്കും ഒന്ന് കണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ ബുക്കു? നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും പറയാം നമുക്ക്. അതെ, ഒന്ന് പറയണേ ഗൈസ്. നിങ്ങളും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഏലിയൻസിന് പാട്ടും അറിയാൻ ബുക്കോ? നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പാട്ടിനെ റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പൊ ഏലിയൻസ് ബുക്കോ ഒരു പാട്ട് പാടി, ഏലിയൻസിന്റെ പാട്ട് ഒരു പാട്ട് പാടിക്ക് ബുക്കോ. ഏലിയൻസിന്റെ പാട്ടൊക്കെ പാടുന്നെന്ന് പറഞ്ഞ പിന്നെ ഏലിയൻസ് ഈ നാട്ടിലോട്ടേ വരത്തില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ബുക്കോയ്ക്ക് അവര് വരണം എന്നാണ് ആഗ്രഹം. വരട്ടെ, വന്ന് കണ്ടിട്ടൊക്കെ പോട്ടെ, എക്സ്പ്ലോർ ചെയ്യട്ടെ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഏലിയൻസിനെ കാണാനും അവരോട് സംസാരിക്കാനും അവരുടെ ലൈഫ് എങ്ങനെയാണെന്ന് അറിയാനും ഒക്കെ ആഗ്രഹമില്ലേ? ഞങ്ങൾക്കുണ്ട് ആഗ്രഹം, നിങ്ങൾക്കുണ്ടോ? നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.